Good morning, my dear friends. Today we are going to discuss on certain aspects of software engineering. ഇതിന്റെ പേര് പ്രൊജക്ട് മാനേജ്മെന്റ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നാണ്. ആദ്യം അതിന്റെ ജനറൽ ഔട്ട്കംസ് നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കാം. ഓൺ കംപ്ലീഷൻ ഓഫ് ദിസ് കോഴ്സ്, each student must be able to do all these things, starting from to understand the need of software engineering, to know the phases of software development, to understand various life cycle models, to understand requirement analysis and specifications, to understand preparation of SRS document, to understand design concepts, to understand software coding guidelines, to understand software testing, to know software project management, to understand CMMI. നമ്മളിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പഠിക്കും. ഇത് നിങ്ങളുടെ അവയർനെസ്സിന് വേണ്ടിയാണ് നമ്മൾ ഈ ഔട്ട്കം എന്താണെന്ന് പറയുന്നത്. കാരണം നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് കോഴ്സ് എന്താണ് നമുക്ക് വേണ്ട കേപ്പബിലിറ്റീസ്, ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം പഠിക്കാൻ. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ നമ്മൾ ഈ ഔട്ട്കംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 4 മൊഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. ഈ ഔട്ട്കംസ് ഇത്രയും ഈ പറഞ്ഞ ജനറൽ ഔട്ട്കംസ് 4 മൊഡ്യൂൾസിൽ നമ്മൾ ഒതുക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണത്? ഫേസസ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് ഡിസൈൻ, സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ടെസ്റ്റിംഗ്, സോഫ്റ്റ്വെയർ പ്രോജക്ട് മാനേജ്മെന്റ്. അങ്ങനെ 4 മൊഡ്യൂൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഫേസസ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ്. അതിൽ നമുക്ക് എന്തൊക്കെ പഠിക്കുന്നുണ്ട്? ഡിഫൈൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, explain emergence of software engineering, describe software process, state phases of software development, describe feasibility study, describe requirement analysis, describe design phase, describe implementation phase, describe testing phase, describe maintenance phase, describe life cycle models. അതിൽ തന്നെ ക്ലാസിക്കൽ വാട്ടർഫാൾ മോഡൽ, ഐറ്ററേറ്റീവ് മോഡൽ, പ്രോട്ടോടൈപ്പിംഗ് മോഡൽ, സ്പൈറൽ ആൻഡ് അജൈൽ മോഡൽസ്. കമ്പയർ ദീസ് മോഡൽസ്. ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അതിനു മുമ്പ് നമ്മൾ പഠിക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗും സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റും ആണ്. അപ്പൊ എന്താണ് ഒരു സോഫ്റ്റ്വെയർ എന്ന് നമുക്ക് അറിയണം. ക്യാൻ യു ഇമാജിൻ എ വേൾഡ് വിതൗട്ട് എ സോഫ്റ്റ്വെയർ? ഈ സോഫ്റ്റ്വെയർ ഇല്ലാത്ത ഒരു വേൾഡ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്ന് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന വെബെക്സ് സോഫ്റ്റ്വെയർ ഉൾപ്പെടെ ഇന്ന് നമ്മുടെ ലൈഫിൽ സോഫ്റ്റ്വെയർ ഇല്ലാത്ത ഒരു ലോകം നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. സ്റ്റാർട്ടിങ് ഫ്രം നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസ് അല്ലെ, നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ധാരാളം. വാട്സാപ്പ് ഉൾപ്പെടെയുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ്. നമ്മുടെ ബസ്സിലൊക്കെ കയറിയ കണ്ടക്ടറുടെ ഇരിക്കുന്ന ചെറിയ ടിക്കറ്റ് വെൻഡിങ് മെഷീൻ ഇല്ലേ, അതിനുള്ളിലും സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് എടുക്കാൻ വരുന്ന ആ ബിൽ റീഡറുടെ കയ്യിൽ ഒരു ബില്ലിരിക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. അങ്ങനെ സോഫ്റ്റ്വെയർ ഇല്ലാത്ത ഒരു വേൾഡ് നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. നിങ്ങളുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസ്, വെബ് ആപ്ലിക്കേഷൻസ്, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പുതിയ ഒരു ഡെവലപ്മെന്റ് ആണ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എല്ലാം നമുക്ക് ഹൗസ് ഹോൾഡ് ഐറ്റംസ്, എവറിത്തിങ് വി ക്യാൻ കണക്ട് ടു ദി ഇന്റർനെറ്റ്. എന്നിട്ട് അതുവഴി IP അഡ്രസ് വഴി കണക്റ്റഡ് ആണ്. എന്നിട്ട് നമുക്ക് മൊബൈൽ വഴി കൺട്രോൾ ചെയ്യാം. ഓൾമോസ്റ്റ് ഓൾ ഡിവൈസസ് വി ആർ യൂസിങ് ഇൻ ദി ഹൗസസ് ആൻഡ് ഓഫീസസ് എവരിവെയർ. അപ്പം സോഫ്റ്റ്വെയർ നമ്മൾ മാനുഫാക്ചറിങ്, കാർ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ എന്തെങ്കിലും FACT ഫെർട്ടിലൈസർ അല്ലെങ്കിൽ കൊച്ചിൻ റിഫൈനറി, ഇവിടെയൊക്കെ ചെയ്താൽ അവിടുത്തെ ഷോപ്പ് ഫ്ലോർ മുഴുവൻ കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആണ്. എംബഡഡ് സിസ്റ്റംസ്, നിങ്ങളുടെ വീട്ടിലുള്ള നമ്മുടെ TV, നമ്മുടെ മ്യൂസിക് സിസ്റ്റം, നമ്മുടെ കാറാണെങ്കിൽ കാറിനുള്ളിൽ സോഫ്റ്റ്വെയർ ഉണ്ട്. അതിന്റെ സിസ്റ്റം മാനേജ്ഡ് ബൈ മൈക്രോ പ്രോസസർ ഓർ മൈക്രോ കൺട്രോളർ. അപ്പൊ എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മൈക്രോ കൺട്രോളർ ബേസ്ഡ് സിസ്റ്റംസ് ആണ്. അങ്ങനെ ഓൾമോസ്റ്റ് ഓൾ ഡിവൈസസ് ആർ കൺട്രോൾഡ് ബൈ സോഫ്റ്റ്വെയർ. അപ്പൊ സോഫ്റ്റ്വെയർ ഇല്ലാത്ത ഒരു ലോകം നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ അതിന്റെ ആ ഒരു റിക്വയർമെന്റ് വളരെ എനോർമസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു ഫ്യൂച്ചർ ഉണ്ട്. ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗും നിങ്ങൾ ഈ പഠിക്കുന്ന കോഴ്സും ഫ്യൂച്ചർ നിങ്ങളുടേതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള ലോകത്ത് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടിംഗ് എലിമെന്റ്സ്, കമ്പ്യൂട്ടിംഗ് ഡിവൈസസ്, അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ, ഇതൊക്കെ വളരെ എസെൻഷ്യൽ ഐറ്റംസ് ആണ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന പ്രോഗ്രാം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നന്നായിട്ട് പഠിച്ച് ടെക്നിക്കൽ സ്കിൽസ് ആർജിക്കുവാണെങ്കിൽ
നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ സേഫ് ആയിരിക്കും. ഇപ്പോൾ തന്നെ ഈ ലോക്ക്ഡൌൺ കാലത്ത് ലോകം മുഴുവൻ ഇൻകം കുറഞ്ഞിരിക്കുകയാണ്, എല്ലാ കമ്പനികൾക്കും എല്ലാ സർവീസുകൾക്കും. പക്ഷെ ഇപ്പം ഈ സോഫ്റ്റ്വെയറുകൾ ഈ സമയത്ത് സോഫ്റ്റ്വെയർ കമ്പനികൾ കൂടുതൽ നന്നായി. ഇപ്പൊ ഈ വെബെക്സ് തന്നെ ആലോചിച്ച് നോക്കുക. നമ്മുടെ ഈ ലോക്ക്ഡൌണിന് ശേഷം ഈ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയപ്പോൾ അവരുടെയൊക്കെ ബിസിനസ് വളരെയധികം കുതിച്ചുയർന്നിരിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം ഈ സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് വീട്ടിലിരുന്ന് ഇപ്പൊ വർക്ക് ഫ്രം ഹോം കൾച്ചറാണ് അവർക്ക് വീട്ടിൽ ഇരുന്നാലും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതേസമയം നമുക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ മെട്രോ കൺസ്ട്രക്ഷൻ ഇതൊക്കെ ലോക്ക്ഡൌൺ ആയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയൽ കിട്ടിയില്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. പക്ഷെ സോഫ്റ്റ്വെയറിന് അങ്ങനെയില്ല. നമുക്ക് എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് നമുക്കത് ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു സംവിധാനത്തിലേക്ക് ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ സംവിധാനങ്ങൾ വികസിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഒരു സോഫ്റ്റ്വെയർ നോക്കാം. കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആൻഡ് അസോസിയേറ്റഡ് ഡോക്യുമെന്റേഷൻ ടു സോൾവ് സർട്ടൻ പ്രോബ്ലംസ് ആൻഡ് ഓർ ടു ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് സ്പീഡ്. വെറുതെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ എടുത്തിട്ട് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളൊരു പ്രോഗ്രാം എഴുതി എന്നിട്ട് അതൊരു സോഫ്റ്റ്വെയർ ആണെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സംതിങ് മോർ ദാൻ എ പ്രോഗ്രാം. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആണ്, അല്ലെ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് അസോസിയേറ്റഡ് ഡോക്യുമെന്റേഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻ ഉണ്ട്, കോൺഫിഗറേഷൻ ഫയൽസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സെറ്റിനാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പൊ കോൺഫിഗറേഷൻ ഫയൽസ് ഒക്കെ നമ്മൾ ഇനിയും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പഠിക്കും. സിസ്റ്റം കോൺഫിഗറേഷൻ ഫയൽസ് ഉണ്ട്. ഇപ്പം യൂസർ ഇന്റർഫേസിന് വേണ്ടിയുള്ള കോൺഫിഗറേഷൻ ഫയൽ, സ്റ്റൈൽസിന് ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന ഫയൽസ് കാണും. അങ്ങനെ ധാരാളം കോൺഫിഗറേഷൻ ഫയൽസും നമ്മുടെ സോഫ്റ്റ്വെയറുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഇവിടെ 2 തരം സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുന്നുണ്ട്, ജനറിക് സോഫ്റ്റ്വെയറും കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയറും. ഞാൻ ആ സോഫ്റ്റ്വെയർ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയുകയാണ്. Software is a set of computer programs and associated documentation to solve certain problems and or to increase efficiency and speed. അപ്പം നമ്മുടെ certain പ്രോബ്ലംസ് നമ്മൾ ഈ വെബെക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓൺലൈൻ ക്ലാസ് എടുക്കാൻ വേണ്ടി. നമ്മുടെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താ? നമുക്ക് നിങ്ങളെ ക്ലാസ് റൂമിലേക്ക് വിളിച്ചു വരുത്തി ക്ലാസ് എടുക്കാനുള്ള സംവിധാനമില്ല. അപ്പൊ അതൊരു ഇഷ്യൂ ആണ്. നമുക്കിപ്പോൾ ഈ COVID-19 എന്ന് പറഞ്ഞ ലിറ്റിൽ ഫ്രണ്ട് കൊണ്ടുവന്ന ഒരു ഇഷ്യൂ ആണ് നമുക്ക്. അപ്പൊ ആ ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചത്. അതുപോലെ ഇപ്പൊ വാട്സാപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് അതാത് സ്ഥലത്തിരുന്ന് നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഫോൺ ചെയ്യാം, വീഡിയോ ചാറ്റ് ചെയ്യാം, നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യാം. അപ്പൊ അതാണ് അതിന്റെ ആവശ്യം. അങ്ങനെ ഏതെങ്കിലും ഒരു സെർട്ടൺ ആവശ്യത്തിന്, ഒരു സെർട്ടൺ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മളൊരു സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് മാനുവലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാൻ വേണ്ടിയാണ്. കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുന്നതുകൊണ്ട് മെച്ചം എന്താ? അതിന്റെ എഫിഷ്യൻസിയും സ്പീഡും ഇൻക്രീസ് ചെയ്യും. അപ്പൊ എഫിഷ്യൻസി, സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തെ നമുക്ക് സോഫ്റ്റ്വെയർ ആക്കി മാറ്റാം, സോഫ്റ്റ്വെയർ ബേസ്ഡ് ആക്കി മാറ്റാം. അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയറിനെ കൊണ്ടുവരാം. അപ്പം അൾട്ടിമേറ്റ്ലി സോഫ്റ്റ്വെയർ ഇൻക്രീസസ് എഫിഷ്യൻസി ആൻഡ് സ്പീഡ്. 2 തരം സോഫ്റ്റ്വെയർ നമ്മളിവിടെ പറഞ്ഞു, ജനറിക് ആൻഡ് കസ്റ്റമൈസ്ഡ്. ഇപ്പൊ ജനറിക് സോഫ്റ്റ്വെയർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഒരു ജനറിക് സോഫ്റ്റ്വെയർ ആണ്. അതൊരു പർട്ടിക്കുലർ റിക്വയർമെന്റ്സ് വെച്ച് അവർ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മളെപ്പോലുള്ള ലക്ഷക്കണക്കിന് യൂസേഴ്സ് അത് വേർഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി, റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനും അതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ TeKerala.org നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ polyadmission.org നോക്കുക. അത് നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി കസ്റ്റമൈസ്ഡ് ആണ്. ഇപ്പൊ TeKerala എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ കണ്ടിന്യൂസ് വാല്യുവേഷൻ ക്യാമ്പിലെ മാർക്കുകൾ എൻട്രി ചെയ്യാൻ, അങ്ങനെ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ അത് അതുപോലെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ അത് യൂസ് ചെയ്യണമെങ്കിൽ അതിൽ ലോട്ട് ഓഫ് കസ്റ്റമൈസേഷൻസ് ആർ റിക്വയർഡ്. അപ്പൊ അതാണ് നമ്മളൊരു സ്പെഷ്യൽ ആപ്ലിക്കേഷന് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറും ജനറിക് സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ജനറിക് ആണ്. ഇപ്പൊ ഈ വാട്സാപ്പ് ജനറിക് ആണ്, വെബെക്സ് ജനറിക് ആണ്. അതേസമയം നമ്മളൊരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കസ്റ്റമൈസ്ഡ് ആണ്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ polyadmission.org അല്ലെങ്കിൽ TeKerala.org
അതുപോലെ നമ്മളിപ്പോൾ ചില സോഫ്റ്റ്വെയറുകളൊക്കെ നമുക്ക് അതിന്റെ വെണ്ടേഴ്സിന്റെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ സോഫ്റ്റ്വെയർ ഉണ്ട്. അതിപ്പോ വന്നിട്ട് അവർ ജനറൽ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. പക്ഷെ നമുക്കൊരു ബാങ്ക് ഉണ്ടെങ്കിൽ അതിനിപ്പോ 4 ബ്രാഞ്ചസ് ഉള്ള ഒരു ചെറിയ ബാങ്ക് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അവരത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് തരും. അതാണ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ സ്പെഷ്യൽ പർട്ടിക്കുലർ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് തരുന്ന സോഫ്റ്റ്വെയർ ആണ് കസ്റ്റമൈസ്ഡ്. ജനറിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ആണ്, അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം ഉദാഹരണത്തിന് ഓട്ടോകാഡ്, ഫോട്ടോഷോപ്പ്, മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ, ഇതൊക്കെ അവരൊരു പ്രോഡക്റ്റ് ഇറക്കും, അത് അവരവരുടേതായ രീതിയിൽ യൂസ് ചെയ്യും. അതാണ് ജനറിക് സോഫ്റ്റ്വെയർ. അപ്പോൾ സോഫ്റ്റ്വെയർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിനകത്ത് തന്നെ 2 കാറ്റഗറി പഠിച്ചു. ഇനിയും ക്ലാസിഫിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ പറയുകയാണെങ്കിൽ വേറെയും പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയാം വെബ് ആപ്ലിക്കേഷൻസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ്, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ്, നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതൊക്കെ അതിന്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്തതാണ്. പിന്നെ നമ്മൾ ആദ്യകാലത്ത് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തുകൊണ്ടിരുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള കമ്പൈലർ യൂട്ടിലിറ്റീസ് പോലെ സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആപ്ലിക്കേഷൻസ്. അങ്ങനെ പല രീതിയിലും നമുക്ക് സോഫ്റ്റ്വെയറിനെ ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ നമ്മൾ പറയുന്നത് ആട്രിബ്യൂട്ട്സ് ഓഫ് എ ഗുഡ് സോഫ്റ്റ്വെയർ. ഒരു നല്ല സോഫ്റ്റ്വെയറിന്റെ ഗുണങ്ങളാണ്, ആട്രിബ്യൂട്ട്സ് ആണ്, ക്വാളിറ്റീസ് ആണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? മീറ്റ് ദി റിക്വയർഡ് ഫംഗ്ഷനാലിറ്റി. ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആട്രിബ്യൂട്ട് ആണ് മീറ്റ് ദി റിക്വയർഡ് ഫംഗ്ഷനാലിറ്റി. നമ്മൾ എന്ത് ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടിയാണോ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് അതിനെ അത് മീറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ വേർഡ് ഉപയോഗിക്കാറുണ്ട്, മൈക്രോസോഫ്റ്റ് വേർഡ് പ്രോസസ്സർ. അതിന്റെ ഫംഗ്ഷനാലിറ്റീസ്, ഒരു നല്ല ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം ഫംഗ്ഷനാലിറ്റീസ്, എന്തെല്ലാം ഫോർമാറ്റിംഗ്, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് പറയാം ദിസ് പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഈസ് മീറ്റിംഗ് ദി റിക്വയർഡ് ഫംഗ്ഷനാലിറ്റി. അപ്പൊ ആ സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടിയാണോ നമ്മൾ ഏത് ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണോ നമ്മൾ ഉണ്ടാക്കിയത് അത് സക്സസ്ഫുള്ളി അത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ we can say that this particular software is meeting the required functionality. Next one, meet required performance. നമുക്കൊരു ഡിസൈറബിൾ പെർഫോമൻസ് ഉണ്ട് ഏത് ആപ്ലിക്കേഷൻ. ഇപ്പൊ വെബെക്സ് ഇത് ഇടയ്ക്ക് ഇത് വെച്ച് ഇത് ബ്രേക്ക് ആയിപ്പോയി, കട്ടായിപ്പോയി, നമ്മുടെ ക്ലാസ് ഇവിടെ മുറിയുകയാണ്. അപ്പൊ അത് നമുക്ക് റിക്വയർഡ് പെർഫോമൻസ് നമുക്ക് തരുന്നില്ല എന്നാണ് അർത്ഥം. അല്ല, നമുക്കത് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും ക്ലാരിറ്റിയോടുകൂടി ക്ലാസ് കേൾക്കാനും അത് ഷെയർ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ പെർഫോമൻസ് നല്ലതാണെന്നാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുന്നത്. നമ്മൾ ശരിക്കും സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിഞ്ഞ് പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുന്നത് അതിന്റെ പെർഫോമൻസ് മെട്രിക്സ് വെച്ചിട്ടാണ്. നമ്മൾ അതിനെല്ലാം ന്യൂമറിക് വാല്യൂസിലേക്ക് ഓരോ പെർഫോമൻസ്, ഓരോ ക്രൈറ്റീരിയയുടെയും പെർഫോമൻസ് ന്യൂമറിക് വാല്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ആണ് നമ്മൾ അതിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഡിസൈറബിൾ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഓഫ് എ ഗുഡ് സോഫ്റ്റ്വെയറിന്റെ രണ്ടാമത്തേതാണ് മീറ്റ് റിക്വയർഡ് പെർഫോമൻസ്. മൂന്നാമത്തേത് മെയിൻറ്റൈനബിൾ ആയിരിക്കണം. മെയിൻറ്റൈനബിലിറ്റി ആണ് മൂന്നാമത്തെ. കാരണം നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാൽ അത് നാളെ ഒരു ചെറിയ ചേഞ്ച് വന്നു, ആ ചേഞ്ച് അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാനും മാത്രം മെയിൻറ്റൈനബിൾ ക്വാളിറ്റി അതിനുണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ കോഡൊക്കെ ഒരു രീതിയിൽ ഒരു ഗൈഡ് ലൈൻ അല്ലാതെ നമ്മൾ സോഴ്സ് കോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്, അത് മനസ്സിലാക്കാൻ പാടാണ്, പുതിയ ഒരാൾക്ക് അതിനകത്തൊരു ചേഞ്ച് ആഡ് ചെയ്യാൻ പാടാണ്. അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് കോഡും സോഴ്സ് കോഡൊക്കെ കൃത്യമായിട്ട് ഡോക്യുമെന്റഡ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഒരു സോഫ്റ്റ്വെയർ മെയിൻറ്റൈനബിൾ ആകത്തുള്ളൂ. അപ്പൊ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ്. ഡിപ്പെൻഡബിളിനകത്ത് 3 സബ് കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. റിലയബിൾ ആയിരിക്കണം, സേഫ് ആയിരിക്കണം, സെക്യൂർഡ് ആയിരിക്കണം. സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇപ്പൊ ഷോപ്പ് ഫ്ലോറിലൊക്കെ വലിയ അപകടങ്ങൾ പറ്റാം സേഫ്റ്റി മെഷേഴ്സ് പാലിച്ചില്ലെങ്കിൽ. ഇപ്പം നമ്മളൊരു എയർ ട്രാഫിക്കിങ്ങിനുള്ളൊരു അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോളിന് വേണ്ടിയുള്ളൊരു സോഫ്റ്റ്വെയർ ആണെന്നിരിക്കട്ടെ. അതായത് എയർപോർട്ടിലൊക്കെ ഫ്ലൈറ്റ്സ് ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും ഒക്കെ ഈ ട്രാഫിക് കൺട്രോളറുടെ സിഗ്നൽസ് ഉപയോഗിച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എറർ വന്നു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന സമയത്ത് വേറൊരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടെ ക്രാഷ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഷോപ്പ് ഫ്ലോറിൽ, നമ്മുടെ മാനുഫാക്ചറിങ് ഷോപ്പ് ഫ്ലോറുകളിലൊക്കെ നമുക്കറിയാം കാർ മാനുഫാക്ചറിങ് യൂണിറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കൺവെയർ ബെൽറ്റ് വഴി ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കലി റോബോട്ടിക് സ്റ്റൈലിൽ അവിടെ കാർ അസംബിൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് എവിടെയെങ്കിലും മിസ്സാകുമോ അല്ലെങ്കിൽ
ഇപ്പോൾ കാറിൻ്റെ ഏതെങ്കിലും ഒരു ഇന്റേണൽ പാർട്ട് ശരിക്കും പ്രോപ്പർലി മുറുക്കിയിട്ടില്ലെങ്കിൽ അത് ഓടുന്ന വഴിക്ക് അത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ അത് ഇഷ്യൂ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ സെക്യൂരിറ്റി. നമ്മളിപ്പോൾ ഒരു ബാങ്കിങ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഓൺലൈനായിട്ട് മണി ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ അത് സെക്യൂർഡ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് വേറൊരാൾ ഹാക്ക് ചെയ്ത് നമ്മുടെ പൈസ അടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സംവിധാനം അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അത് ആ രീതിയിൽ കുറ്റമറ്റതായിരിക്കണം, സെക്യൂർഡ് ആയിരിക്കണം. അപ്പം ഇതാണ് ഡിപ്പെൻഡബിൾ എന്ന് പറഞ്ഞത്. ഒരു സോഫ്റ്റ്വെയർ ഡിപ്പെൻഡബിൾ ആണെന്ന് പറയണമെങ്കിൽ അത് റിലയബിൾ ആയിരിക്കണം. റിലയബിൾ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോലെ. ഒരു വണ്ടി നമ്മൾ മേടിച്ചു, ആ വണ്ടി ഇടയ്ക്ക് നമ്മൾക്കൊരു ലോങ് ട്രിപ്പ് നമ്മൾ പോവാണ്, രാത്രിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ഡൗൺ ആയി വഴിയിൽ കിടന്നു പോയാൽ അതിൻ്റെ അർത്ഥം ആ വണ്ടി റിലയബിൾ അല്ല എന്നാണ്. എന്ന് പറഞ്ഞതുപോലെ ഒരു സോഫ്റ്റ്വെയർ റിലയബിൾ ആകുക എന്ന് പറഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ ഒരിക്കലും ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവുകയോ അബ്നോർമൽ ടെർമിനേഷൻ വരുമോ ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ ഡിസൈഡ് ഫങ്ഷണാലിറ്റി അത് ഏത് കണ്ടീഷനിലും മീറ്റ് ചെയ്യാനുള്ള ഒരു വർക്കിംഗ് കേപ്പബിലിറ്റി ആ സോഫ്റ്റ്വെയറിനുണ്ടെങ്കിൽ അതിന് റിലയബിലിറ്റി എന്ന് പറയാം. സേഫ് ഞാൻ പറഞ്ഞു, സേഫ്റ്റി, സെക്യൂരിറ്റി, നമ്മുടെ ഡേറ്റയോ നമ്മുടെ റിസോഴ്സസോ ഒന്നും നഷ്ടപ്പെടാതെ സെക്യൂർഡ് ആയിരിക്കണം. അപ്പോൾ അത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്കത് സോഫ്റ്റ്വെയറിന് ഡിപ്പെൻഡബിൾ ആണെന്ന് പറയാം. യൂസബിൾ, നമ്മൾ എൻഡ് യൂസർക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഏതൊരു സോഫ്റ്റ്വെയർ. നമുക്കറിയാം വാട്സാപ്പ് ഒക്കെ വളരെ സിമ്പിൾ ആണ് യൂസ് ചെയ്യാൻ. ഗൂഗിൾ സെർച്ച് എഞ്ചിനൊക്കെ വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ. നമ്മുടെ ജിമെയിൽ വളരെ നല്ല യൂസർ ഫ്രണ്ട്ലിനെസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ ഈ വെബെക്സ് എന്ന യൂസർ ഫ്രണ്ട്ലിനെസ് നല്ലതായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ യൂസർ ഫ്രണ്ട്ലിനെസ്, യൂസർ ഇന്റർഫേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ യൂസബിലിറ്റി ഈ യൂസർ ഫ്രണ്ട്ലിനെസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. കൂടാതെ യൂസബിൾ എന്ന് പറഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ കൊണ്ട് ആ യൂസർ ആഗ്രഹിക്കുന്ന ആ യൂസർക്ക് കിട്ടണം, എങ്കിലേ അത് യൂസബിൾ ആണെന്ന് പറയാൻ പറ്റൂ. നമ്മളിപ്പോൾ ഒരു സൈക്കിൾ വാങ്ങിച്ചാൽ ആ സൈക്കിളിന്റെ യൂസ് നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് സൈക്കിൾ ചവിട്ടി എവിടെയെങ്കിലും എത്തിപ്പെടുന്നതാണ്. അപ്പൊ ആ യൂസബിലിറ്റി, എന്താണോ ആ ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഇന്റൻഷൻ, അത് നമുക്ക് ആ പർപ്പസ് അത് സെർവ് ചെയ്യുന്നതായിരിക്കും. അതാണ് യൂസബിലിറ്റിയുടെ വേറൊരു ഡെഫിനേഷൻ. യൂസർ ഫ്രണ്ട്ലിനെസ് ഉണ്ടായിരിക്കണം, അത് യൂസ്ഫുൾ ആയിരിക്കണം. എഫിഷ്യൻസി ഈസ് അനദർ ഗുഡ് ആട്രിബ്യൂട്ട് ഓഫ് എ ഗുഡ് സോഫ്റ്റ്വെയർ. എഫിഷ്യൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പല സോഫ്റ്റ്വെയറുകളും ഡെവലപ്പ് ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയർ ഇത്ര പോപ്പുലർ ആകാനും വളരെ വേഗം എല്ലാം സോഫ്റ്റ്വെയർ ബേസ്ഡ് ആകാനുമുള്ള കാരണം അതിന്റെ എഫിഷ്യൻസിയാണ്. നമുക്ക് പോസിബിളായിട്ട് മനുഷ്യന് പറ്റാവുന്ന എററുകളൊന്നും ഈ സോഫ്റ്റ്വെയറിന് പറ്റില്ല. അത് വളരെ പ്രിസിഷനാണ്, അത് മെഷീനാണ്. നമ്മൾ പറയുന്നത് പോലെ തന്നെ അത് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അത് ആക്ട് ചെയ്യുന്നത് കൊണ്ട് അതിനകത്തൊരു ചെറിയ എറർ പോലും വരത്തില്ല. എങ്ങനെയാണോ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്, എങ്ങനെയാണോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു വെച്ചിരിക്കുന്നത്, ആ ഇൻസ്ട്രക്ഷൻസിൽ നിന്ന് ഒരു അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അത് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അത് എഫിഷ്യൻ്റ് ആണെന്ന് പറയുന്നത്. അക്സെപ്റ്റബിൾ ആയിരിക്കണം സോഫ്റ്റ്വെയർ. ഫൈനലി എൻഡ് യൂസേഴ്സിന്, എൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അക്സെപ്റ്റബിൾ ആയിരിക്കണം. ഇതാണ് ഒരു ഗുഡ് സോഫ്റ്റ്വെയറിന്റെ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് സോഫ്റ്റ്വെയർ എന്നും ഏതൊക്കെ ടൈപ്പ് സോഫ്റ്റ്വെയർ ഉണ്ടെന്നും എന്താണ് സോഫ്റ്റ്വെയറിന്റെ ഇമ്പോർട്ടൻസ് എന്നും നമ്മുടെ ലൈഫിൽ അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നെന്നും ഒരു നല്ല സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നും ഒക്കെ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞത്. ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലേക്ക് വന്നാൽ സോഫ്റ്റ്വെയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് അസോസിയേറ്റഡ് ഡോക്യുമെന്റ്സ്, അല്ലേ, ആൻഡ് കോൺഫിഗറേഷൻ ഫയൽസ്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു യൂണിറ്റിനാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്താണ്? അപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വേർഡിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഇവിടെ? എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു എഞ്ചിനീയറിംഗ് അപ്രോച്ചാണ് നമ്മൾ പിന്തുടരുന്നത്. എഞ്ചിനീയറിംഗ് അപ്രോച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഞാനിവിടെ ഒരു ഹൈലൈറ്റ് ചെയ്ത് പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും, നമ്മൾ ഓരോ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോഴും നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് നമ്മുടെ ടെക്നിക്സ്, മെത്തഡോളജീസ്, ഗൈഡ് ലൈൻസ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഇനിഷ്യലി വെൻ വി സ്റ്റാർട്ട് എ ന്യൂ സോഫ്റ്റ്വെയർ കമ്പനി, നമുക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് ഫോളോ ചെയ്യാം മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ്. ഓൾറെഡി നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ കുറെ പ്രോസസ് മോഡൽസ് ഡിഫൈൻ ചെയ്ത് ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ച് തന്നിട്ടുണ്ട്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മറ്റ് സോഫ്റ്റ്വെയർ കമ്പനികൾ പരീക്ഷിച്ച് വിജയിച്ച മോഡൽസ് ആണ്. അപ്പോൾ മറ്റ് സോഫ്റ്റ്വെയർ കമ്പനികൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ടെക്നിക്സ്, മെത്തഡോളജീസ്, ഗൈഡ് ലൈൻസ്
ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതിനെയാണ് പ്രോസസ് മോഡൽ എന്ന് പറയുന്നത്. ആ പ്രോസസ് മോഡൽസ് നമുക്ക് ഫോളോ ചെയ്യാം. എന്തിനു വേണ്ടിയാണ്? നമുക്ക് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി. നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്ക് കുറയ്ക്കാൻ വേണ്ടി. ആ റിസ്ക് കൂടിയാലുള്ള കുഴപ്പം എന്താ? നമ്മുടെ ഡെവലപ്മെന്റ് കോസ്റ്റ് കൂടും, നമുക്ക് പറയുന്ന സമയത്ത് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ പറഞ്ഞ അവർ തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെന്താണ്, റിലയബിൾ ആയിട്ട് സോഫ്റ്റ്വെയർ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ആകെ താളം തെറ്റും നമ്മുടെ ഡെവലപ്മെന്റ് പ്രോസസ്. അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഇത് ഓൾറെഡി പ്രൂവൺ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിൽ നിന്നാണ്, നമ്മുടെ കഴിഞ്ഞ കാലത്തെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ എക്സ്പീരിയൻസിൽ നിന്നും ആർജിച്ചെടുത്തിരിക്കുന്ന ടെക്നിക്സും മെത്തഡോളജീസും ഗൈഡ് ലൈൻസും സിസ്റ്റമാറ്റിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്, ആ ഒരു എഞ്ചിനീയറിംഗ് അപ്രോച്ചിനാണ് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച്, അതാണ് എഞ്ചിനീയറിംഗ് അപ്രോച്ച്, എവല്യൂഷൻ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എക്സ്പ്ലോറേറ്ററി എവല്യൂഷൻ, ആദ്യകാലങ്ങളിൽ സോഫ്റ്റ്വെയർ ചെയ്തിരുന്നത് എക്സ്പ്ലോറേറ്ററി മെത്തേഡാണ്, എക്സ്പ്ലോറേറ്ററി സ്റ്റൈലാണ്. അതിന് വേറൊരു പേരാണ് ബിൽഡ് ആൻഡ് ഫിക്സ്. എന്തെങ്കിലും ഉണ്ടാക്കുക, അതിനകത്തുള്ള എററുകൾ കറക്റ്റ് ചെയ്യുക, വീണ്ടും ഉണ്ടാക്കുക, കറക്റ്റ് ചെയ്യുക, ബിൽഡ് ആൻഡ് ഫിക്സ്. അതാണ് എക്സ്പ്ലോറേറ്ററി സ്റ്റൈൽ ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. പക്ഷെ ഇതൊരു വലിയ ടീമിന് ഇത് പറ്റത്തില്ല. ഇതൊരു സിംഗിൾ പേഴ്സൺ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ എക്സ്പ്ലോറേറ്ററി ഈ സ്റ്റൈല് പറ്റും. ആദ്യകാലത്തൊക്കെ ഇപ്പൊ ഈ നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ഒക്കെ, അവരൊക്കെ ഇനിഷ്യലി പ്രോഗ്രാമേഴ്സ് ആയിരുന്നു. അവർ ചില പ്രത്യേക ഐഡിയ, ഇപ്പൊ ആദ്യം അവർ സക്സസ്ഫുൾ ആയത് ഒരു ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ടായിരുന്നു. അത് ഇതുപോലെ ബിൽ ഗേറ്റ്സും അദ്ദേഹത്തിന്റെ 2-3 ഫ്രണ്ട്സും കൂടെ ചേർന്ന് അവർ എക്സ്പ്ലോറേറ്ററി സ്റ്റൈലിൽ അവരുടെ കുറെ ഐഡിയാസ് വെച്ച് അവർ, പ്രത്യേകിച്ച് ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡിലൊന്നുമല്ല, അവർ എക്സ്പ്ലോർ ചെയ്ത് പുതിയ പ്രോഗ്രാം ഉണ്ടാക്കി, അത് ടെസ്റ്റ് ചെയ്തു, അത് ചിലപ്പോൾ കളയേണ്ടി മോശമാണെങ്കിൽ അത് കളഞ്ഞ് പുതിയ ഉണ്ടാക്കി, അങ്ങനെ ബിൽഡ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ഈ ഇന്നത്തെ രീതിയിലുള്ള ഈ മെയിൽ സെർവർ കണ്ടുപിടിച്ച സമീർ ഭാട്ടിയ എന്ന് പറഞ്ഞ പ്രോഗ്രാമർ, അങ്ങനെ അദ്ദേഹം കാരണമാണ് ഈ മെയിൽ ഇപ്പം ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ. അപ്പൊ അദ്ദേഹം എക്സ്പ്ലോറേറ്ററി സ്റ്റൈൽ ഓഫ് പ്രോഗ്രാമിംഗ് ചെയ്താണ് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൽ പ്രോഗ്രാം ചെയ്ത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി, ബിൽഡ് ആൻഡ് ഫിക്സ് മെത്തേഡ് വഴി ഓരോന്ന് പരീക്ഷിച്ച് കുറേയേറെ സമയമെടുക്കും അത് ആ ഫോമിലേക്ക് വരാൻ. കാരണം ഇനിഷ്യലി നമുക്കൊരു ഫിക്സഡ് പ്രോഡക്റ്റ് നമ്മുടെ മുമ്പിലില്ല, നമുക്ക് ഏകദേശം ഒരു ഐഡിയയേ ഉള്ളൂ. അതിനുവേണ്ടി ഫിക്സഡ് ആയിട്ട് നമ്മൾ സ്പെസിഫിക്കേഷൻ എഴുതി വെച്ചിട്ടില്ല, സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് ഇല്ല, ഒരു ഗൈഡ് ലൈൻസ് ഒന്നുമില്ല, മെത്തഡോളജി ഇല്ല. നമ്മൾ ഇരുന്ന് നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ട്, നമ്മുടെ ഒരു ഇന്റേണൽ മോട്ടിവേഷൻ കൊണ്ട് ഇരുന്ന് ഈ ബിൽഡ് ആൻഡ് ഫിക്സ്, ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ എക്സ്പ്ലോർ ചെയ്ത് അവസാനം ഒരു പ്രോഡക്റ്റിലേക്ക് വരികയും അത് സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയി മാറുകയും ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ആദ്യകാലത്ത് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്താണ്? സക്സസ്ഫുൾ ഫോർ വെരി സ്മോൾ പ്രോഗ്രാംസ്. ചെറിയ പ്രോഗ്രാംസിന് ഇപ്പോഴും നമുക്കത് ഒരാൾ മാത്രം ചെയ്താൽ മതിയെങ്കിൽ, അത്ര ഉള്ളൊരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്കത് ഇപ്പോഴും ഉപയോഗിക്കാം. കാരണം ഈ മെത്തഡോളജി ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ഓവർഹെഡ് വരും, നമുക്ക് കുറച്ച് ഡോക്യുമെന്റേഷൻ വരും, കുറച്ച് സമയം, ആ ഓവർഹെഡ് കുറച്ച് സമയം നമുക്ക് ചിലവാകും. അതേസമയം ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടാക്കിയാൽ മതി, ഒരു ചെറിയ യൂട്ടിലിറ്റി, ഒരു വൈറസിനെ നമ്മൾ മെമ്മറി ഒന്ന് സ്കാൻ ചെയ്ത് ഒരു വൈറസിന്റെ പർട്ടിക്കുലർ സിഗ്നേച്ചർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ യൂട്ടിലിറ്റി എഴുതണം. അപ്പൊ അതിനെ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരു സിയിൽ ഒരു പ്രോഗ്രാം എഴുതാൻ പറ്റും. അതിനിപ്പോ ഒരു വലിയ ടീം ഉണ്ടാക്കുവോ, ഒരു മെത്തഡോളജി ഉണ്ടാക്കുവോ, വലിയ SRS ഡോക്യുമെന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ചെറിയ പ്രോഗ്രാംസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇപ്പോഴും എക്സ്പ്ലോറേറ്ററി സ്റ്റൈൽ ഓഫ് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കാം. അപ്പൊ അത് ആദ്യത്തെ പോയിന്റ് അതാണ്, സക്സസ്ഫുൾ ഫോർ വെരി സ്മോൾ പ്രോഗ്രാംസ്. രണ്ടാമത്തേത് അൺമെയിൻറ്റൈനബിൾ കോഡ് ആയിരിക്കും. കാരണം ഒരാളിരുന്ന് ഇപ്പൊ ഈ സമീർ ഭാട്ടിയുടെ ആദ്യത്തെ മെയിൽ സെർവർ പ്രോഗ്രാം എടുത്തൊന്ന് കറക്റ്റ് ചെയ്ത് വേറെ പുതിയൊന്ന് ഫീച്ചർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാടായിരിക്കും. അദ്ദേഹം ഫോളോ ചെയ്തിരിക്കുന്ന കോഡിംഗ് ഗൈഡ് ലൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കമന്റഡ് ഒക്കെ ആണെങ്കിൽ കുറച്ചൊരു എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പോ ഒരാൾ ഒറ്റയ്ക്ക് ഞാൻ ചെയ്യുന്ന ഒരു സോഴ്സ് കോഡ് വേറൊരാൾക്ക്, ഞാൻ യാതൊരുവിധ ഗൈഡ് ലൈനും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ വേറൊരാൾക്ക് അത് മനസ്സിലാക്കാനും ചേഞ്ച് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും ഒക്കെ പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് കോഡ് മെയിൻറ്റൈനബിൾ ആകണമെങ്കിൽ സിസ്റ്റമാറ്റിക് ഗൈഡ് ലൈൻസ് നമ്മൾ പ്രോപ്പർലി ഫോളോ ചെയ്യണം. ഡിഫിക്കൾട്ട് ടു യൂസ് ഇൻ എ ടീം
ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. അപ്പോൾ എക്സ്പ്ലോറേറ്ററി പ്രോഗ്രാം ഒരു ടീം ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന്റെ ഇതിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടാണ്. നമ്മളൊരു വലിയ സോഫ്റ്റ്വെയർ വലിയൊരു ടീമിനെ കൊണ്ട് ഉണ്ടാക്കിക്കുമ്പോൾ ഈ എക്സ്പ്ലോറേറ്ററി മെത്തേഡ് ഫെയിലുവർ ആണ്. അവിടെ നമുക്ക് സിസ്റ്റമാറ്റിക് മെത്തേഡ് തന്നെ വേണം. കാരണം ആരെങ്ങനെ ചെയ്യണം, എങ്ങനെ എങ്ങനെ മോണിറ്റർ ചെയ്യണം, എന്താണ് മൈൽ സ്റ്റോൺസ്, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു വലിയ ടീമിനെ കൊണ്ട് നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്പ്ലോറേറ്ററി സ്റ്റൈലിൽ നമുക്ക് വലിയ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എവല്യൂഷൻ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന് 1968 ആദ്യമായി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നുള്ള വേർഡ് തന്നെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത് ഒരു കോൺഫറൻസിൽ. അതിനുശേഷമാണ് ഈ സയന്റിഫിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തഡോളജീസ് ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ആ പ്രോസസ് മോഡൽസ് ഇവോൾവ് ചെയ്ത് വന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് എക്സ്പ്ലോറേറ്ററി സ്റ്റൈൽ ഓഫ് പ്രോഗ്രാമിംഗ് ആയിരുന്നു. ഇനി നമുക്ക് വീണ്ടും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലേക്ക് തന്നെ മടങ്ങി വരാം. വൈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്? എന്തുകൊണ്ടാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആവശ്യമായിട്ട് വന്നത്? അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഉപയോഗിക്കുന്നത്? ഇവിടെ കുറെ ആൻസറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ടു അക്വയർ സ്കിൽസ് ടു ഡെവലപ്പ് ലാർജ് ആൻഡ് കോംപ്ലക്സ് പ്രോഗ്രാംസ്. ലാർജ് ആൻഡ് കോംപ്ലക്സ് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കിൽസ് നമ്മൾ ആർജിക്കാൻ വേണ്ടിയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഇതിന്റെ ഒരു നീഡ് അതാണ്. രണ്ടാമത്തെ എന്താണ്? ടു പ്രാക്ടീസ് പ്രോസസ് മോഡൽസ് ഡെവലപ്ഡ് ഫ്രം പാസ്റ്റ് എക്സ്പീരിയൻസ്. പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നുള്ള പ്രോസസ് മോഡല് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അല്ലേ. മൂന്നാമത്തെ എന്താണ്? ടു ലേൺ സ്കിൽസ് ടു സ്പെസിഫിക്കേഷൻ, ഡിസൈൻ, യൂസർ ഇന്റർഫേസ്, ടെസ്റ്റിംഗ് ആൻഡ് പ്രൊജക്ട് മാനേജ്മെന്റ്. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് രണ്ടെണ്ണം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി ആൻഡ് മെയിൻറ്റൈനബിലിറ്റി അല്ലേ. അതാണ് അൾട്ടിമേറ്റ് ഗോൾ. നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ അത് വളരെ ഗുഡ് ക്വാളിറ്റി ആയിരിക്കണം. രണ്ടാമത് അത് മെയിൻറ്റൈനബിൾ ആയിരിക്കണം. അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ഉപയോഗിക്കാൻ കാര്യം. ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നത്, നിങ്ങൾ ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഈ പ്രോഗ്രാം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തൊട്ട് ഫസ്റ്റ് ഇയർ തൊട്ട് നിങ്ങളെ ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആക്കി മാറ്റാൻ വേണ്ടിയുള്ള സ്കിൽസ് ആണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ഇയറിൽ കമ്പ്യൂട്ടിംഗ് ഫണ്ടമെന്റൽസ് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. എന്താണ് കമ്പ്യൂട്ടിംഗ്, എന്താണ് ഇന്റർനെറ്റ്, എന്താണ് അതിന്റെ ഒരു സാധ്യത, ഇതാണ് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചത്. സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ കുറച്ച് പ്രോഗ്രാമിംഗ് എലിമെന്റ്സ്, പ്രോഗ്രാമിംഗ് ഇൻ സി ഉപയോഗിച്ച് പ്രോഗ്രാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒരു ചെറിയ പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. തേർഡ് സെമ്മിൽ നമ്മൾ DCP പഠിച്ചു. DCP എന്ന ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിൾ ആണ്. ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ, മൈക്രോ പ്രോസസറിന്റെ ഒക്കെ ഉള്ളിലുള്ള ഗേറ്റ്സിനെ കുറിച്ചും ആ ലോജിക് ഡെവലപ്മെന്റിനെ കുറിച്ചും, ഗേറ്റ് വഴി ഓരോന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. മൈക്രോ പ്രോസസറിന്റെ ഉള്ളിൽ ഗേറ്റ്സ് ആണ്. മൈക്രോ പ്രോസസറാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ. അതുപോലെ നമ്മൾ മൈക്രോ പ്രോസസർ പഠിക്കുന്നുണ്ട്. എന്താണ് അതിനുള്ളിൽ ചെയ്യുന്നത്? ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, എങ്ങനെയാണ് ഒരു ഡേറ്റാബേസ് വെച്ച് നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഡേറ്റ സ്ട്രക്ചേഴ്സ്, എങ്ങനെയാണ് ഡേറ്റയെ ഇന്റലിജന്റ്ലി എഫക്റ്റീവ്ലി നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? നല്ലൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള സ്കിൽസിലേക്ക് നിങ്ങളെ എത്തിക്കാനുള്ളതാണ്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കമ്പ്യൂട്ടറിന്റെ ഉള്ളിലെ ആർക്കിടെക്ചർ പഠിപ്പിച്ചു, മൈക്രോ പ്രോസസറിന്റെ ഉള്ളിലെ ആർക്കിടെക്ചർ പഠിപ്പിച്ചു, അതിന്റെ ഉള്ളിലുള്ള ഗേറ്റ്സിനകത്ത് ലോജിക്ക് എങ്ങനെ ഗേറ്റ് വഴി ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് പഠിപ്പിച്ചു, ഡേറ്റ എങ്ങനെ ഡേറ്റാബേസ് ആയിട്ട് സ്റ്റോർ ചെയ്യാം, അത് മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് പഠിപ്പിച്ചു, ഡേറ്റ സ്ട്രക്ചർ ആയിട്ട് സ്റ്റോർ ചെയ്യാം, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം, അതിനെ സോർട്ട് ചെയ്യാം, സെർച്ച് ചെയ്യാം എന്നൊക്കെ പഠിപ്പിച്ചു. ഇതെല്ലാം എന്തിനാണ് പഠിച്ചത്? ഒരു വലിയ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റിയിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ ഒരു നല്ല സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആക്കി മാറ്റുക, നല്ലൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതിനുവേണ്ടി ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അതെങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട്, എഫക്റ്റീവായിട്ട്, പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാം, നല്ല ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനുള്ള സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ പേപ്പറിന്റെ ഉദ്ദേശം. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലൈസ് ആയിട്ട് മാറാൻ വേണ്ടിയാണ്, അതിനുള്ള സ്കിൽസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാൻ. അപ്പൊ ഈ മൂന്നാമത്തെ പോയിന്റ് നോക്കുക, ടു ലേൺ സ്കിൽസ് ടു സ്പെസിഫിക്കേഷൻ. എന്താണ് സ്പെസിഫിക്കേഷൻ? നമ്മൾ ഈ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പോകുന്നത്.
അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സോഫ്റ്റ്വെയറിനെ ഡിഫൈൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കേഷൻ ഡിഫൈൻസ് ദ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ദാറ്റ് ഈസ് ടു ബി ഡെവലപ്ഡ്, നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിനെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് സ്പെസിഫിക്കേഷൻ. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വീട്ടിലേക്ക് ഒരു ബെഞ്ച് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു ചെയർ ഉണ്ടാക്കണം. ആ ചെയറിന് നമുക്കൊരു സ്പെസിഫിക്കേഷൻ കൊടുക്കുക. നമ്മളൊരു കാർപ്പൻറ്ററെ വിളിച്ചൊരു ബെഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിപ്പിക്കാം. അപ്പൊ നമ്മൾ അദ്ദേഹത്തിനോട് പറയും, എനിക്ക് ഇത്ര നീളം, ഇത്ര വീതി, ഇന്ന മോഡലിലുള്ള ഒരു ബെഞ്ച് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ചെയർ ഉണ്ടാക്കി. അപ്പൊ നമ്മൾ ആ കാർപ്പൻറ്ററിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇപ്പൊ ഇത്ര ഒരു 40 സെന്റിമീറ്റർ വീതി, 1.5 മീറ്റർ നീളം, ഇത്ര ഹൈറ്റ്, അതൊരു സ്പെസിഫിക്കേഷൻ, ഒരു ബെഞ്ച് ഉണ്ടാക്കാനുള്ള സ്പെസിഫിക്കേഷൻ ആണ്. ഇനി അതിന് കൂടുതൽ പറയാം, ഇന്ന തടി ഉപയോഗിക്കണം, തേക്ക് തടി ഉപയോഗിക്കണം, അല്ലെങ്കിൽ ആഞ്ഞിലി തടി ഉപയോഗിക്കണം. എന്നിട്ട് കൂടുതൽ പറയാം, എന്റെ പലകയ്ക്ക് ഇത്ര കനമുണ്ട്. അപ്പൊ നമുക്ക് സ്പെസിഫിക്കേഷൻ ഏത് അറ്റം വരെ വേണേലും പോവാം, വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ഉൾപ്പെടുത്താം. അതിന്റെ ഇത്ര കാലുണ്ടായിരിക്കണം, കാല് ഇങ്ങനെ ആയിരിക്കണം, ഇന്ന രീതിയിൽ കടഞ്ഞെടുത്ത കാലുകളായിരിക്കണം, ഇങ്ങനെ നമുക്ക് സ്പെസിഫിക്കേഷൻ മൈന്യൂട്ട് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ജനറൽ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മളൊരു ക്യാമറയ്ക്ക് വേണ്ടി, ഒരു വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ. ഇപ്പൊ വീഡിയോ എഡിറ്റിങ്ങിനകത്ത് നമുക്ക് ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. ജനറൽ ആയിട്ട് നമുക്ക് വീഡിയോ കട്ടിങ് അങ്ങോട്ട് കൂട്ടിച്ചേർക്കാനും ഉള്ള ഫങ്ഷനാലിറ്റി മാത്രം ഉള്ളെങ്കിൽ അതും വീഡിയോ എഡിറ്റിംഗ് ആയി. പക്ഷെ അതിനകത്ത് മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, അപ്പൊ അതിന്റെ സ്പെസിഫിക്കേഷൻ കൂടുകയാണ്. അപ്പൊ എന്താണോ നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർ, അതിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് ആ സോഫ്റ്റ്വെയറിന്റെ സ്പെസിഫിക്കേഷൻ. ഏത് പ്രോഡക്റ്റിനും ഈ സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക്കേഷൻ കൊടുക്കണം അല്ലേ? എത്ര പിക്സൽ ക്യാമറ വേണോ, ക്യാമറ എത്ര, 2 ക്യാമറ വേണോ, ഫ്രണ്ടിലും ബാക്കിലും വേണോ, അതിന് എത്ര പിക്സൽ ക്വാളിറ്റി വേണം, എത്ര മെമ്മറി ഇതിനകത്ത് വേണം, അങ്ങനെ എത്ര ഡ്യുവൽ സിം ആണോ, അങ്ങനെ ഒരു ടച്ച് സ്ക്രീൻ ആണോ, അതോ അങ്ങനെ 100 സ്പെസിഫിക്കേഷൻസ് നമുക്ക് ഓരോ പ്രോഡക്റ്റിനും പറയാൻ പറ്റും. അപ്പൊ ആ എത്ര ക്ലിയർ ആയിട്ട് നമ്മൾ സ്പെസിഫിക്കേഷൻ പറയുന്നോ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ അനുകൂലമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതാണ് സ്പെസിഫിക്കേഷൻ. ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ സ്പെസിഫിക്കേഷനെ വെച്ചുകൊണ്ട് ഈ സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യാണ്. യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസറുമായിട്ട് ഇന്റർഫേസ് ചെയ്യുന്ന സ്ക്രീനുകളും, ഇപ്പൊ മൊബൈൽ ഇന്റർഫേസ് ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് ആ ആപ്ലിക്കേഷൻ കാണേണ്ടത്, അതിനകത്തുള്ള ഫങ്ഷണാലിറ്റീസ് എങ്ങനെയാണ് യൂസർക്ക് ചെയ്യാൻ പറ്റണം, അതാണ് യൂസർ ഇന്റർഫേസ്. ടെസ്റ്റിംഗ്, നമ്മൾ ആ സോഫ്റ്റ്വെയർ ഈ ആദ്യം പറഞ്ഞ സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വെരിഫിക്കേഷൻ, വാലിഡേഷൻ പ്രോസസ്സാണ് ടെസ്റ്റിംഗ്. പ്രൊജക്ട് മാനേജ്മെന്റ്, ഈ സോഫ്റ്റ്വെയർ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ, സ്റ്റാർട്ടിങ് ഫ്രം ദി കൺസെപ്റ്റ്, അത് ഇത് കമ്മീഷൻ ചെയ്ത് യൂസർക്ക് കൊടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റേജ് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കിൽസ് പഠിക്കുക എന്നുള്ളതാണ്, പഠിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ നീഡ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഉപയോഗിക്കാൻ കാര്യം. അടുത്തതിലേക്ക് പോവാം. എഞ്ചിനീയറിംഗ്, നമ്മൾ എഞ്ചിനീയറിംഗ് എന്നുള്ള വാക്കിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് അബൌട്ട് ഗെറ്റിംഗ് റിസൾട്ട്സ് ഓഫ് ദി റിക്വയർഡ് ക്വാളിറ്റി വിതിൻ ദ ഷെഡ്യൂൾഡ് ആൻഡ് ബഡ്ജറ്റ്. നമ്മളുടെ കൺസ്ട്രെയിൻസ്, നമ്മളിപ്പോൾ ഇവിടെ ഷെഡ്യൂളും ബഡ്ജറ്റും ആണ് ഇവിടുത്തെ കൺസ്ട്രെയിൻറ്റ്. അതുപോലെ ഓരോ സോഫ്റ്റ്വെയർ, ഓരോ എഞ്ചിനീയറിംഗിന്റെ ഓരോ ഫീൽഡിലും ഓരോ കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇപ്പം മെട്രോയുടെ പണിയുടെ കൺസ്ട്രെയിൻസ് ആയിരിക്കത്തില്ല ഇവിടെ. ഇപ്പം നമുക്കൊരു പാലം പണിയണമെങ്കിലുള്ള കൺസ്ട്രെയിൻസ് അതായിരിക്കത്തില്ല, ഒരു റോഡ് പണിയണമെങ്കിലുള്ള കൺസ്ട്രെയിൻസ് അതായിരിക്കത്തില്ല, ഒരു ബിൽഡിംഗ് പണിയാണ്. അപ്പം ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ ഇതൊന്നുമല്ല. കാരണം എന്താ, സോഫ്റ്റ്വെയറിന്റെ ഈ മറ്റ് പ്രൊജക്റ്റുകളിൽ നിന്ന് സോഫ്റ്റ്വെയറിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഒരു ഇൻടാൻജിബിൾ സ്വഭാവമാണ്. സോഫ്റ്റ്വെയറിന് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിൽ ഇതിന്റെ ക്ലയന്റ് വന്ന് എന്നെ ഒന്ന് കാണിക്കാൻ പറഞ്ഞാൽ നമുക്കൊന്നും കാണിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് തരത്തില്ല. അതേസമയം ഒരു പാലം പണി നടക്കുകയാണെങ്കിൽ നമുക്ക് കാണിക്കാം, ഇത്ര തീർന്നു, നമുക്ക് അയാൾക്ക് കാണാം, അയാൾക്ക് നേരിട്ട് ഫിസിക്കലി വെരിഫൈ ചെയ്യാം. അല്ലെങ്കിൽ മെട്രോയുടെ പണി നമുക്ക് ഫിസിക്കലി വെരിഫൈ ചെയ്യാം. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നമുക്ക് ഫിസിക്കലി വെരിഫൈ ചെയ്യാം. ഇവിടെ എല്ലാം അബ്സ്ട്രാക്ട് ഫോമിലാണ് സോഫ്റ്റ്വെയറിൽ. നമുക്കിപ്പോൾ ഒരു ക്ലയന്റ് വന്ന് ഒരു ഹോസ്പിറ്റലിന് വേണ്ടി സോഫ്റ്റ്വെയർ ചെയ്യാനായിട്ട് പറഞ്ഞ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ക്ലയന്റ് വന്ന് ഇതുവരെ ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും സ്ക്രീനൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കുക എന്നുള്ളതല്ലാതെ ഇന്റേണലി നമ്മൾ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറുകളൊന്നും നമുക്ക് ആ സമയത്ത്, അപ്പോൾ അതിന് ഇൻടാഞ്ചിബിൾ എന്ന് പറയും, നമുക്ക് നേരിട്ട് അവർക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒന്നും കാണിക്കാൻ, അതുപോലെ അബ്സ്ട്രാക്ട് ഫോമിലാണ്. അതിന്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം, പക്ഷെ അത് പുറമെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് സാധാരണ മറ്റ് പ്രോജക്റ്റുകളും സോഫ്റ്റ്വെയർ പ്രോജക്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ നമ്മൾ മറ്റ് പ്രോജക്റ്റുകളിൽ എഞ്ചിനീയറിംഗ് ഉപയോഗിക്കുന്നത് അവരുടെ കൺസ്ട്രെയിൻസിനുള്ളിൽ നിന്നുകൊണ്ട് റിക്വയർഡ് റിസൾട്ട്സ് ക്വാളിറ്റിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ് ഇവിടെ എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് അതാണ്, ഇറ്റ് അഡോപ്റ്റ്സ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് അപ്രോച്ച്. ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ചിനാണ് എഞ്ചിനീയറിംഗ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് സെലക്ട്സ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് ടു ഗെറ്റിംഗ് തിങ്സ് ഡൺ. അപ്പോൾ അതാത് സമയത്ത് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുകയാണ്, മണൽ കിട്ടാനില്ല, അതൊരു വലിയ പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേറെ അതിന് സൊല്യൂഷൻ പകരം എന്താണ്? മണലിന് പകരം നമുക്ക് ഈ എംസാൻഡ് അല്ലേ, അത് കിട്ടും. എന്നാൽ പിന്നെ അത് വെച്ച്, അപ്പൊ അങ്ങനെ ഒരു തമ്പ് റൂളിലാണ് പല ഡിസിഷൻസും ഫുള്ളി തിയറിറ്റിക്കൽ ആകാതെ അപ്പോൾ ഉള്ള പ്രാക്ടിക്കൽ വേയിലാണ് നമ്മൾ എഞ്ചിനീയറിംഗിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ തിയറിയുമായിട്ട് ഫുള്ളി സ്റ്റിക്ക് ഓൺ ചെയ്യത്തില്ല, പ്രാക്ടിക്കലാണ് അവിടെ ഇമ്പോർട്ടൻസ്. അപ്പൊ അങ്ങനെ ഒരു അതിന്റെ ഉദ്ദേശം എന്താ? പറഞ്ഞിരിക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന ബജറ്റിൽ പണി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. പക്ഷെ അത് ക്വാളിറ്റിയിൽ വേണം കൊടുക്കാൻ, നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്യണം. അപ്പൊ അതിനാണ് ഒരു എഞ്ചിനീയറിംഗ് വേ ഇവിടെ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് ഇതിനെ വിളിക്കുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത് കൺസ്ട്രക്ഷനോ മാനുഫാക്ചറിങ്ങിനോ ഒക്കെയാണ് ട്രഡീഷണലി നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആകാൻ കാര്യം ഈ സിസ്റ്റമാറ്റിക് മെത്തേഡ്, സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് അപ്രോച്ചിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നുള്ള വേർഡ് നമ്മളിവിടെ ഉപയോഗിച്ചു. Software engineering concerned with all aspects of software production from the early stage of conceptualization or system specification to the maintenance stage after it has gone into use. അപ്പം സ്റ്റാർട്ടിങ് ഫ്രം ദി കൺസെപ്ച്വലൈസേഷൻ ലെവൽ ടു ദി മെയിൻ്റനൻസ് ലെവൽ, എല്ലാ സ്റ്റെപ്പിലുമുള്ള എല്ലാ ആസ്പെക്ട്സും വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് മെത്തഡോളജി ഉണ്ടാക്കി ഗൈഡ് ലൈൻസ് ഉണ്ടാക്കി ഫോളോ ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അപ്പൊ അതിന്റെ കൺസേൺസ് എന്തൊക്കെയാണ്? എല്ലാ ആസ്പെക്ട്സും കൺസേൺസ് ആണ് അല്ലെ? എവിടെ തൊട്ട്? സോഫ്റ്റ്വെയർ പ്രൊഡക്ഷൻ ഫ്രം ദി ഏർലി സ്റ്റേജ് ഓഫ് കൺസെപ്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇത് ഒരു കൺസെപ്റ്റ് ആയിട്ടായിരിക്കും ഒരു സോഫ്റ്റ്വെയർ. ഇപ്പൊ വെബെക്സ് എന്ന് പറയുന്ന ഓൺലൈൻ ക്ലാസ് റൂം ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് ഏതോ ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ഉള്ളിൽ വന്നത്. ഓൺലൈൻ ക്ലാസ് റൂം കൺസെപ്റ്റ്, വാട്സാപ്പിന്റെ കൺസെപ്റ്റ്, ഈ ഇമെയിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് മെയിലിന്റെ കൺസെപ്റ്റ്, ഇതൊക്കെ ഓരോരുത്തരുടെ തലയിൽ ഉദിച്ച കൺസെപ്റ്റുകളാണ്. പിന്നീടാണ് അത് നമ്മൾ ഈ കാണുന്ന ഫോമിലേക്ക് സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കി ഡിസൈൻ ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത് ഇന്നത്തെ നമ്മൾ കാണുന്ന ഫോമിലേക്ക് അതിനെ കൊണ്ടെത്തിച്ചത്. അങ്ങനെയാണ്. അപ്പൊ ആ കൺസെപ്റ്റിന്റെ ഫേസ് മുതൽ, ആ സ്റ്റേജ് മുതൽ നമ്മളിപ്പോ യൂസ് ചെയ്ത്, ഇപ്പൊ നാളെ വെബെക്സിന് ഇപ്പൊ പുതിയ സോഫ്റ്റ്വെയർ റിവിഷൻ ഇറങ്ങും, വേർഷൻ ഇറങ്ങും. ഇതിപ്പോ ഉള്ളതിനൊക്കെ കൂടുതൽ ഫെസിലിറ്റീസ്, ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്യും. അപ്പൊ അത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പുതിയ പുതിയ ലെവലിലേക്ക് ഇവോൾവ് ചെയ്ത് പുതിയ പുതിയ ലെവലിലേക്ക്, ഹൈറ്റിലേക്ക് അവർ എത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് ഇനിഷ്യൽ കൺസെപ്റ്റിൽ നിന്നും ഇങ്ങനെ ഇവോൾവ് ചെയ്യുന്ന, ചേഞ്ച് ചെയ്യുന്ന, പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ, യൂസബിൾ ആയിട്ടൊരു സോഫ്റ്റ്വെയർ ആക്കി എത്തിക്കുന്ന വരെയുള്ള എല്ലാ സ്റ്റേജിലും ഉള്ള ആക്ടിവിറ്റീസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡിഫൈൻ ചെയ്യും, മോണിറ്റർ ചെയ്യും. അങ്ങനെ അതാണ് ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ കൺസെപ്റ്റ്. സോഫ്റ്റ്വെയർ പ്രോസസ്, ദ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, അതിനാണ് സോഫ്റ്റ്വെയർ പ്രോസസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്ന സിസ്റ്റമാറ്റിക് ഓർഗനൈസ്ഡ് അപ്രോച്ചിനാണ് സോഫ്റ്റ്വെയർ പ്രോസസ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയാണുള്ളത്? സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദി ഡെവലപ്മെന്റ് ഓഫ് എ സോഫ്റ്റ്വെയർ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺസെപ്റ്റ് മുതൽ മെയിൻ്റനൻസ് വരെയുള്ള വേരിയസ് ആക്ടിവിറ്റീസ്, ഈ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വേരിയസ് ആക്ടിവിറ്റീസിനെ ഇവിടെ പ്രോസസ് മോഡലിൽ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കുക.
ബേസിക് ആക്ടിവിറ്റീസ് ഓഫ് എ സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ. 4 ബേസിക് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ വാലിഡേഷൻ, സോഫ്റ്റ്വെയർ എവല്യൂഷൻ. സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? സ്പെസിഫിക്കേഷൻ ഡിഫൈൻസ് ദി സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്, അല്ലേ? സ്പെസിഫിക്കേഷൻ ഡിഫൈൻസ് ദി സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ടു ബി ഡെവലപ്ഡ്. ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയറിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് സ്പെസിഫിക്കേഷൻ. നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആ ഡെവലപ്മെന്റ് പ്രോസസ്സാണ്, അല്ലേ? അതിന്റെ ഡിസൈനും കോഡിങ്ങും, പ്രോഗ്രാം എഴുതുന്ന ആ ജോലി, ഡിസൈൻ ചെയ്യണം, പ്രോഗ്രാം എഴുതണം, അതിനാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ടെസ്റ്റിംഗ് ഫേസ് ആണ്. നമ്മൾ ഡെവലപ്പ് ചെയ്ത സാധനം ഈ സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു വാലിഡേഷൻ നടത്തണം. സോഫ്റ്റ്വെയർ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നാളെ മാറി മാറി വരുന്ന ചേഞ്ചസിനെ ഉൾക്കൊണ്ട് സോഫ്റ്റ്വെയർ പുതിയ പുതിയ റിവിഷൻസ് ഡെവലപ്പ് ചെയ്ത് പുതിയ ഫീച്ചേഴ്സ് ഉൾക്കൊള്ളാൻ പറ്റിയ ആ ഒരു സ്റ്റേജിനാണ് സോഫ്റ്റ്വെയർ എവല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്ന പല സോഫ്റ്റ്വെയർ, വാട്സാപ്പ് തന്നെ നിങ്ങൾക്ക് അറിയാം, പുതിയ പുതിയ അപ്ഡേറ്റ്സ് വരുന്നതും നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുന്നതും, ഫേസ്ബുക്ക് പുതിയ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നതും, നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് ഒക്കെ ഒരു 10 വർഷം മുമ്പുള്ള വേർഡ് എടുത്ത് നോക്കുക, ഇന്നത്തെ വേർഷനുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ധാരാളം പുതിയ ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോകാഡ്, ഒരു 15 വർഷം മുമ്പുള്ള ഓട്ടോകാഡും ഇന്നുള്ള ഓട്ടോകാഡും തമ്മിലൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ധാരാളം പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എവല്യൂഷനാണ്. അപ്പോൾ ഈ 4 സ്റ്റേജസ് ആണ്, അല്ലെങ്കിൽ ബേസിക് ആക്ടിവിറ്റീസ് ആണ് ഒരു സോഫ്റ്റ്വെയർ പ്രോസസ് മോഡലിലുള്ളത്. അപ്പോൾ ഈ ഓരോ ആക്ടിവിറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ ചെയ്യാം, ഏതൊക്കെ നല്ല മെത്തഡോളജീസ് അതിനു വേണ്ടി ഉപയോഗിക്കാം എന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എത്തിക്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിന് ഏതൊരു ജോലിക്കും അതിൻ്റെതായ എത്തിക്സ്, വാല്യൂസ്, അത് നമ്മൾ കൈവിടാൻ പാടില്ല. ഒന്ന്, കോൺഫിഡൻഷ്യാലിറ്റി. നമ്മൾ ചെയ്യുന്ന, ഇപ്പം നമ്മളൊരു എംപ്ലോയർക്ക് വേണ്ടി നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയിൽ ജോലി ചെയ്യാൻ നമ്മളൊരു പർട്ടിക്കുലർ പ്രൊജക്റ്റിൽ നമ്മളെ ഇട്ടിരിക്കുകയാണ്. അത് എന്ത് പ്രൊജക്റ്റുമായിട്ട്, ചിലപ്പോൾ ബാങ്കിങ് പ്രൊജക്റ്റ് ആയിരിക്കാം, ചിലപ്പം എന്തെങ്കിലും എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ആയിരിക്കാം. പക്ഷെ ആ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കമ്പനിയുടെ സീക്രട്ട് ആയിട്ടുള്ള അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറിന്റെ ഇപ്പം അതിന്റെ സ്പെസിഫിക്കേഷൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. വി ആർ നോട്ട് സപ്പോസ് ടു ഡിസ്ക്ലോസ് ദാറ്റ് ഇൻഫർമേഷൻ ടു എനിബഡി ഔട്ട്സൈഡ് ദി കമ്പനി. ആ കമ്പനിക്ക് പുറത്തുള്ള ഒരാളുമായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ഡിസൈൻ, അതൊന്നും വെളിയിൽ പറയാൻ പാടില്ല. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. പല കമ്പനികളും പുതിയ എംപ്ലോയീസിനെ എടുക്കുമ്പോൾ അവർ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് സൈൻ ചെയ്യും. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എഗ്രിമെന്റ് കൊടുക്കുകയാണ്, നമ്മളൊരു മുദ്ര പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഒന്നും പുറത്താരോടും അറിയിക്കില്ല എന്ന് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുകയാണ്. കമ്പനികൾക്ക് മറ്റ് കമ്പനി, ഇപ്പം നമുക്കൊരു കമ്പനിയുണ്ട്, വലിയൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി, നമുക്കൊരു പ്രൊജക്റ്റ് വേണം, ഒരു അമേരിക്കൻ കമ്പനി നമുക്കൊരു പ്രൊജക്റ്റ് തരാണ്. അപ്പോൾ അവർ ആദ്യം നമ്മളെ കൊണ്ട് ഒരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ്, അവരുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനും നമ്മൾ വെളിയിൽ പറയാൻ പാടില്ല. അതിന്റെ ബിസിനസ് മോഡൽ എന്താണെന്നോ, അതിനകത്തുള്ള പ്രോസസ്സ് എന്താണെന്നോ, അതിന്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്നോ, ഡിസൈൻ എന്താണെന്നോ, സോഴ്സ് കോഡ്, ഇതൊന്നും നമ്മൾ വി ആർ നോട്ട് സപ്പോസ് ടു ഗിവ് ഇറ്റ് ഔട്ട്സൈഡ് ഓർ എനിബഡി എൽസ്. അപ്പോൾ അതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ വി ആർ സപ്പോസ് ടു മെയിൻറ്റെയിൻ ദി കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദി കമ്പനി. അപ്പോൾ നമ്മളൊരു എംപ്ലോയി എന്ന നിലയ്ക്ക്, നമ്മളൊരു പ്രോഗ്രാമർ എന്ന നിലയ്ക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന ഇൻഫർമേഷൻസ് ഒന്നും നമ്മുടെ ഫ്രണ്ട്സുമായിട്ടോ റിലേറ്റീവ്സുമായിട്ടോ കമ്പനിക്ക് ഔട്ട്സൈഡ് ആയിട്ടുള്ള ആരുമായിട്ടും, അല്ലെങ്കിൽ കമ്പനി പറയുന്ന ആൾക്കാർ, ഇപ്പോൾ അതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലാതെ മറ്റാരുമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാനോ ഡിസ്ക്ലോസ് ചെയ്യാനോ പാടില്ല. അതാണ്, ആ ക്വാളിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആയിട്ട് മാറാൻ പറ്റുള്ളൂ. കോമ്പറ്റൻസ്, ചില കമ്പനികൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ ഈ കാൻഡിഡേറ്റ്സ് വന്നിട്ട് അവർ ചോദിക്കും, നിങ്ങൾക്ക് ഇന്ന കേപ്പബിലിറ്റി ഉണ്ടോ? നമ്മൾ ഇല്ലെങ്കിലും കയറി പറയും ഉണ്ട്. നിങ്ങൾക്ക് നല്ല യൂസർ ഇന്റർഫേസ് ഡിസൈനുള്ള സ്കില്ലുണ്ടോ? നല്ല ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ യൂസർ ഇന്റർഫേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് കുറച്ച് നമുക്ക് നല്ല ഒരു ആർട്ടിസ്റ്റിക് മെന്റാലിറ്റി ഒക്കെ വേണം. നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നവർക്കോ അല്ലെങ്കിൽ നല്ല വിഷ്വലൈസേഷൻ ഉള്ളവർക്കോ നല്ല യൂസർ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കഴിവില്ലെങ്കിൽ നമ്മൾ കയറി പറയരുത് എനിക്കുണ്ട്, ഞാൻ അത് ചെയ്തിട്ടുണ്ട്, വെറുതെ കയറി പറയാൻ പാടില്ല. നമുക്കില്ലാത്ത കോമ്പറ്റൻസ്
നമുക്കില്ലാത്ത കഴിവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കമ്പനിയെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. കമ്പനി ചിലപ്പോൾ ഒരു ക്രൂഷ്യൽ പീരീഡിൽ ഒരു പർട്ടിക്കുലർ റണ്ണിങ് പ്രോജക്റ്റിൽ ഒരു പർട്ടിക്കുലർ ആൾ പോയതിന് പകരം റീപ്ലേസ് ചെയ്യാനായിരിക്കും നമ്മളെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ റിക്വയർഡ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ കോമ്പറ്റൻസി നമുക്ക് ഇല്ലെങ്കിൽ നമ്മളത് ക്ലെയിം ചെയ്തുകൊണ്ട് അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് അവർ പ്രതീക്ഷിക്കുന്ന പ്രൊഡക്ടിവിറ്റി നൽകാൻ പറ്റത്തില്ല. അവരുദ്ദേശിക്കുന്ന രീതിയിൽ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തിൽ കോമ്പറ്റൻസിന്റെ കാര്യത്തിൽ നമ്മൾ കമ്പനിയെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. അതൊരു എത്തിക്കൽ വാല്യൂ ആണ്. നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലിന് വേണ്ട ഒരു വാല്യൂ ആണ്. രണ്ടാമത്തെ വാല്യൂ ആണ് കോമ്പറ്റൻസ്. കോമ്പറ്റൻസ് വേണം, പക്ഷെ ഇല്ലാത്ത കോമ്പറ്റൻസ് ഉണ്ടെന്ന് നടിക്കാൻ പാടില്ല. മൂന്നാമത്തേത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്തു വരുമ്പോൾ പല ഓൾറെഡി ചെയ്ത സോഫ്റ്റ്വെയറുകൾ നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. കമ്പോണൻസ്, സോഫ്റ്റ്വെയർ കമ്പോണൻസ്. ശരി, ഇപ്പോൾ ഒരു ഇമേജ് റീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമേജ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് ചെയ്യുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഒരു സിഗ്നൽ പ്രോസസ്സിങ് ഒരു കമ്പോണൻറ്റ്, ഇത് നമുക്ക് ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരാൾ അയാളുടെ പേരിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് വാങ്ങിച്ചിട്ടുള്ളതാണ്, പേറ്റന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഡെവലപ്പ് ചെയ്ത സാധനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർ വേയിൽ അതിൻ്റെ അവർക്ക് എന്തെങ്കിലും അത് അവരുടെ ടേംസ് അനുസരിച്ചുള്ള എഗ്രിമെന്റോട് കൂടി മാത്രമേ നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം സോഫ്റ്റ്വെയർ, എന്തെങ്കിലും സോഫ്റ്റ്വെയർ കമ്പോണൻസ്, എലിമെന്റ്സ് അല്ലെങ്കിൽ കോഡ്, സോഴ്സ് കോഡ് ഒക്കെ. പക്ഷെ എന്തെങ്കിലും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് വേറെ ആൾക്കെങ്കിലും ഉള്ള, ഇപ്പൊ ഈവൻ ഫോട്ടോസ്, നമ്മൾ ചില ഈ നെറ്റിലൊക്കെ കാണുന്ന പല ഫോട്ടോസും അതിന് കോപ്പിറൈറ്റ് ഉള്ളതാണ്. നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു, അതിനുവേണ്ടി നമ്മൾ ചില ഫോട്ടോ ഒക്കെ നെറ്റിൽ നിന്ന് എടുത്ത് മാറ്റി അടിച്ചു മാറ്റി ഇടുകയാണെങ്കിൽ കോപ്പിറൈറ്റ് ഉള്ളതാണോ എന്ന് അറിഞ്ഞിട്ട്, കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ അവരുടെ പെർമിഷനോട് കൂടി എഗ്രിമെന്റോട് കൂടി മാത്രമേ ഉപയോഗിക്കാവൂ. വെറുതെ നമ്മൾ നെറ്റിൽ കാണുന്നതെല്ലാം കയറി നമ്മുടെ സോഫ്റ്റ്വെയറിൽ അതിൻ്റെ ഇതുപോലുള്ള പ്രോപ്പർട്ടി, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നോക്കാതെ ഉപയോഗിക്കാൻ പാടില്ല. ആർക്കെങ്കിലും റൈറ്റ് ഉള്ളതാണെങ്കിൽ അവരുടെ പെർമിഷനോട് കൂടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇതാണ് അടുത്ത വാല്യൂ, അല്ലെങ്കിൽ അടുത്ത അതിൻ്റെ എത്തിക്സിനകത്ത് വരുന്ന അടുത്ത പോയിന്റ്. കമ്പ്യൂട്ടർ മിസ്യൂസ്. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ കയറി കഴിഞ്ഞാൽ അവരുടെ അവിടുത്തെ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ്, റിസോഴ്സസ് നമ്മൾ ഒരു കാരണവശാലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് നമ്മൾക്ക് ചെയ്യാൻ നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ കമ്പനിയിൽ ഇരുന്ന് അവരുടെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് നമ്മൾ ആവശ്യമില്ലാത്ത വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ അവിടുത്തെ റിസോഴ്സസ്, ഇപ്പൊ പ്രിന്റർ അവിടെ ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഒക്കെ അവിടെ പ്രിന്റ് ചെയ്യാൻ പാടില്ല. അവരുടെ ഇന്റർനെറ്റ് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഇമെയിൽ പോലുള്ള ആവശ്യം, നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഈ ഫേസ്ബുക്ക് അതുപോലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൊക്കെ കയറി ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ചില ആൾക്കാരൊക്കെ പേപ്പറൊക്കെ വായിച്ച്, മനോരമയൊക്കെ വായിച്ചിരിക്കുന്നതാണ് ഓൺലൈനായിട്ട്. അതൊക്കെ അതിൻ്റെ റിസോഴ്സസിൻ്റെ മിസ്യൂസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നല്ല സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ആവശ്യമായിട്ടുള്ള എത്തിക്സ് ആൻഡ് വാല്യൂസ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടെക്നിക്കൽ സ്കിൽസ് മാത്രം പോരാ, ഇങ്ങനെയുള്ള വാല്യൂസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നല്ല കമ്പനികൾ നമ്മളെ ചൂസ് ചെയ്യത്തുള്ളൂ. ഇതുകൊണ്ട് നമുക്ക് ഇവിടെ ക്ലാസ് നിർത്തുകയാണ്. ഞാൻ 2 എക്സസൈസ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. വാട്ട് ആർ ദി ആട്രിബ്യൂട്ട്സ്, ഇമ്പോർട്ടൻറ്റ് ആട്രിബ്യൂട്ട്സ് ഓഫ് എ പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ, ഗുഡ് സോഫ്റ്റ്വെയർ. 2, എ സിസ്റ്റമാറ്റിക് പ്രോസസ് മോഡൽ ഈസ് റിക്വയർഡ് ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് സോഫ്റ്റ്വെയർ. വൈ? എന്തുകൊണ്ടാണ് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് മോഡൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ളത് എന്നാണ് അവിടെ എഴുതേണ്ടത്. ഇത് രണ്ടും നിങ്ങൾ എഴുതി എനിക്ക് മെയിൽ ചെയ്യണം. ഈ എക്സസൈസ് എല്ലാ ക്ലാസ്സിന്റെ അവസാനം എക്സസൈസ് ഉണ്ടായിരിക്കും, കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നിങ്ങൾ അന്ന് തന്നെ എഴുതി മെയിൽ ചെയ്യണം. ഇങ്ങനെ ഒരു 4 എക്സസൈസ് കൂടുമ്പോൾ അതൊരു അസൈൻമെന്റ് ആയിട്ട് കണക്കാക്കും. നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത് ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടല്ലോ ഇതിനകത്ത്, അല്ലെങ്കിൽ ചാറ്റ് ഉണ്ട്, അതിനകത്തോട്ട് ഇടുക. താങ്ക് യു.